വെൽക്കം ബാക്ക് ടു കാർ ഡാർവിൻ. നമ്മളെല്ലാവരും CBR 250 ഇന്ത്യയിൽ വരാൻ കൊതിക്കുന്നുണ്ടെങ്കിലും ഏറ്റവും പുതിയ CBR 650R ഇന്ത്യയിൽ വന്നിട്ടുണ്ട്. ഈ വണ്ടി ഇതിനു മുന്നേ ഇന്ത്യയിൽ അവൈലബിൾ ആയിരുന്നു. അതിൻ്റെ അപ്ഡേറ്റ് ചെയ്ത പുതിയ വേർഷനാണ് ഇന്ത്യയിൽ വന്നേക്കുന്നത്. CBR 650R വന്നിട്ടുണ്ട്, CB 650R വന്നിട്ടുണ്ട്. രണ്ട് വണ്ടികളും ഇന്ത്യയിൽ ഇപ്പോൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. CB 650R നോക്കുകയാണെങ്കിൽ ഏകദേശം 9.2 ലാഖോളാണ് വില വന്നേക്കുന്നത്. CBR 650R നോക്കുകയാണെങ്കിൽ ഏകദേശം 10 ലക്ഷം രൂപയോളാണ് ഷോറൂം പ്രൈസ് വന്നേക്കുന്നത്. അതായത് നേരത്തെ മോഡലേക്കാളും ഒരുപാട് കൂടുതലൊന്നുമില്ല, എങ്കിലും കുറച്ച് വില കൂട്ടുണ്ടെന്ന് പറയാം. ഇപ്പം മാറ്റം നോക്കിയാണെങ്കിൽ ഡിസൈനിൽ കുറച്ച് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഡിസൈനിൽ ഇപ്പോൾ ആ ഒരു ഹെഡ് ലാമ്പ് നോക്കിയാണെങ്കിൽ രണ്ട് വണ്ടിയുടെ ഹെഡ് ലാമ്പിന് അവർ മാറ്റം കൊടുത്തിട്ടുണ്ട്. അതായത് ഒരു ക്ലാസി മോഡേൺ ആയിട്ടുള്ള ടച്ചൊക്കെയാണ് കൊടുത്തേക്കുന്നത്. ഒരു ക്ലാസി ഫീലൊക്കെയാണ് ആ ഒരു ഹെഡ് ലാമ്പിൻ്റെ ആ ഒരു മാറ്റം നമുക്ക് കിട്ടുന്നത്. അതേപോലെ തന്നെ നമ്മുടെ ആ ഒരു CB 650R നോക്കുകയാണെങ്കിൽ അതിൻ്റെ ആ ഒരു ടാങ്ക് എക്സ്റ്റൻഷനൊക്കെ മാറ്റം വന്നിട്ടുണ്ട്. പിന്നെ ടൈൽ സെക്ഷനിലും മാറ്റം വന്നിട്ടുണ്ട്. ഇനി CBR 650R നോക്കുകയാണെങ്കിൽ അതിൻ്റെ ഫെയറിങ്ങിലും അവർ മാറ്റം കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ അതിൻ്റെയും ടൈൽ സെക്ഷൻ മാറ്റം വന്നിട്ടുണ്ട്. ബാക്കി ഫ്രെയിമും അതേപോലത്തെ കാര്യങ്ങളൊക്കെ നോക്കിയാൽ രണ്ട് വണ്ടിയും സിമിലർ ആണ്. ഹാർഡ്വെയർസൊക്കെ നോക്കിയാലും രണ്ട് വണ്ടിയും ഏതാണ്ട് സിമിലർ തന്നെയാണ്. സെയിം ഫ്രെയിമാണ് വന്നേക്കുന്നത്. 41mm ഷോവയുടെ USD ഫോക്കാണ് രണ്ട് വണ്ടിയിലും വന്നേക്കുന്നത്. റിയറിൽ നോക്കുകയാണെങ്കിൽ മോണോഷോക്കാണ്. 10 വേ പ്രീലോഡ് അഡ്ജസ്റ്റബിലിറ്റി ഉള്ള മോണോഷോക്കാണ് രണ്ട് വണ്ടിയിലും വന്നേക്കുന്നത്. ഫ്രണ്ടിലെ ഡിസ്ക് സൈസ് നോക്കുകയാണെങ്കിൽ 310mm ആണ്. 310mm ഡ്യുവൽ ഡിസ്ക്കാണ് രണ്ട് വണ്ടിയിലും വന്നേക്കുന്നത്. റിയറിൽ നോക്കുകയാണെങ്കിൽ 240mm ആണ്. ടാങ്കിൻ്റെ സൈസും രണ്ട് വണ്ടിക്കും ഒരേപോലെയാണ്. 15 ലിറ്ററോളാണ് രണ്ട് വണ്ടിക്കും ടാങ്ക് കപ്പാസിറ്റി വരുന്നത്. വണ്ടിയുടെ വെയിറ്റ് നോക്കുകയാണെങ്കിൽ CBRന് 207 കിലോഗ്രാമോളം വെയിറ്റ് വരുന്നുണ്ട്. CBക്ക് നോക്കുകയാണെങ്കിൽ 205 കിലോഗ്രാമോളം മാത്രമേ വെയിറ്റ് വേണ്ടിട്ടുള്ളൂ. പിന്നെ രണ്ട് വണ്ടിക്കും പുതിയൊരു TFT ഡിസ്പ്ലേ വന്നിട്ടുണ്ട്. ഒരു 5 ഇഞ്ചിൻ്റെ പുതിയ TFT കളർ ഡിസ്പ്ലേ ആണ്. അതിൽ നാവിഗേഷൻ ഉണ്ട്, ഫോണോട് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഫീച്ചേഴ്സ് ഉണ്ട്, ബ്ലൂടൂത്ത് ഉണ്ട്, കോൾ ആൻഡ് SMS അലർട്ട് ഉണ്ട്. അങ്ങനെ പുതിയ വണ്ടികളിൽ കാണുന്ന എല്ലാ ഫീച്ചേഴ്സും അതിൽ അവർ കൊടുത്തിട്ടുണ്ട്. പിന്നെ നോക്കുകയാണെങ്കിൽ സാധാരണ അത്യാവശ്യം പവർ കൂടിയ ബൈക്കുകളിൽ കാണുന്ന പോലെ തന്നെ ട്രാക്ഷൻ കൺട്രോളും ഡ്യുവൽ ചാനൽ ABSും ടോർക്ക് കൺട്രോളും ക്വിക്ക് ഷിഫ്റ്ററും സ്ലിപ്പർ ക്ലച്ചും റൈഡിംഗ് മോഡുകളും അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ മെയിനായിട്ടുള്ള കാര്യം, ഇതിൻ്റെ എഞ്ചിൻ നോക്കുകയാണെങ്കിൽ ഒരു 649cc ഇൻലൈൻ 4 DOHC എഞ്ചിനാണ് വന്നേക്കുന്നത്. നേരത്തെ കാലം കുറച്ചുകൂടെ പവർ ഇപ്പം വണ്ടിക്ക് കൂട്ടുണ്ട്. നേരത്തെ ഏകദേശം 86 HP ഇതിൻ്റെ പവർ എന്ന് പറയുന്നത്. എന്നാൽ ഇപ്പോൾ നോക്കുകയാണെങ്കിൽ 95 PS ഇതിന് പവർ വരുന്നുണ്ട്. അതും 12,000 RPMലാണ്. 63 Nm ടോർക്കും പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് 9,500 RPMൽ. പവറും രണ്ട് വണ്ടിക്കും ഏതാണ്ട് സിമിലർ തന്നെയാണ്. പവർ ഫിഗേഴ്സ് ഒന്നും മാറ്റിയില്ല, രണ്ട് വണ്ടിയും ഒരേപോലെ തന്നെയാണ്. 6 സ്പീഡ് ഗിയർ ബോക്സാണ് കൊടുത്തേക്കുന്നത്. അതിൽ സ്ലിപ്പ് ആൻഡ് അസിസ്റ്റ് ക്ലച്ചും അവർ കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ രണ്ട് കളറിലും രണ്ട് വണ്ടി അവൈലബിൾ ആണ്. റെഡ് കളറും ഉണ്ട്, പിന്നെ ഒരു മേറ്റ് ബ്ലാക്കും ഉണ്ട്. ഈ രണ്ട് കളേഴ്സും രണ്ട് വണ്ടിയിലും അവൈലബിൾ ആണ്. പിന്നെ ഹോണ്ടയുടെ ഒരു ക്ലച്ച് സംവിധാനം ഉണ്ടായിരുന്നു, അത് ഈ ഒരു വണ്ടിയിലുണ്ട്. പക്ഷേ ഇന്ത്യയിൽ ആ ഒരു ക്ലച്ച് ഉള്ള മോഡൽ നമുക്ക് കിട്ടിയിട്ടില്ല. ഇന്ത്യയിൽ നോർമലായിട്ട് 6 സ്പീഡ് ഗിയർ ബോക്സ് ഉള്ള മോഡലാണ് നമുക്ക് കിട്ടിയേക്കുന്നത്. വണ്ടിയുടെ ബുക്കിംഗ് കാര്യങ്ങളൊക്കെ ആരംഭിച്ചെന്നാണ് പറഞ്ഞേക്കുന്നത്. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തുക. ഇനി ഇതേപോലത്തെ വീഡിയോകൾക്കാണെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ആ ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി ഉടനെ കാണാം.